വെൽക്കം ടു ദ വീഡിയോ. സോ കഴിഞ്ഞ ദിവസം നമ്മൾ മൺഡേയിൽ എന്തൊക്കെ ബോക്സിംഗ് വർക്കൗട്ട് ചെയ്യണമെന്ന് നോക്കി. സോ ഇന്ന് നമ്മൾ ട്യൂസ്ഡേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കും. ഇന്ന് മോർ ഓവർ കുറച്ചുകൂടെ ഒന്ന് റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് മാതിരിയാണ്. സോ വെയിറ്റ് കാര്യങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കും. ഇതുപോലുള്ള ബോക്സിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് വീഡിയോയിലേക്ക് പോകാം. മെയിൻ വർക്കൗട്ടിന് പോകുന്നതിന് മുന്നായിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് റണ്ണിങ് ഉണ്ട്. അതിന് മുന്നേ ജസ്റ്റ് ഒന്നൊരു ഡൈനാമിക് സ്ട്രെച്ചസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഷോൾഡർ റൊട്ടേഷൻസ്. So reverse, change, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു 15 to 20 റെപ്സോ അല്ലെങ്കിൽ 10 to 15 റെപ്സോ എല്ലാം ചെയ്യുക. സോ ചേഞ്ച്, കാല് വഴയിട്ട് വയ്ക്കുക. ജസ്റ്റ് നിങ്ങൾ പറ്റുന്നത് ആദ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കുക. ദെൻ ഔട്ട് സൈഡും ഇന്നും. ദെൻ സൈഡ് ടു സൈഡ്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി സപ്പോർട്ട് ഇട്ട് ചെയ്യാം. ചേഞ്ച്. സോ ദെൻ നമുക്ക് ഇൻസൈഡ് ഇതിൻ്റെ സ്വിച്ച് ചെയ്യാൻ വേണമെങ്കിലല്ല സ്വിച്ച് ചെയ്യണം. Then inside. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഗോകുവിൻ്റെ സ്റ്റൈലിൽ 2 ചാട്ടമൊക്കെ ചാടിയിട്ട് ഒരു 10 മിനിറ്റ് ഓടാം. വാ. സ്ലോ പേസിൽ ഓടിയാൽ മതി, ഓവറായിട്ട് എക്സോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. വെയിറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ഡംബൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഡംബൽസ് ഇല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 വാട്ടർ ബോട്ടിൽ എടുക്കുക, അതിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ 2 ചൂടുകട്ട ഉണ്ടെങ്കിലും ഓക്കെയാണ്. നിങ്ങൾക്ക് കയ്യിലുള്ള എന്ത് വെച്ചാണോ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം സേഫായിട്ട്. സോ ഫസ്റ്റ് നമുക്ക് ത്രസ്റ്റേഴ്സ് നോക്കാം. ഓക്കെ, മുകളോട്ട് പോകുമ്പോൾ കുറച്ച് എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ്സ് അങ്ങ് കൊടുത്തോ. ഓവർ വെയിറ്റിട്ട് ചെയ്യേണ്ട, നിങ്ങൾക്ക് മാനേജ് ചെയ്യുന്ന വെയിറ്റിട്ട് ചെയ്താൽ മതി. സോ മാക്സിമം ഒരു 20 റെപ്സൊക്കെ പോട്ടെ, ഒരു 5 സെറ്റ്സ് ചെയ്തോ. ഞാൻ 5 സെറ്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങൾ എക്സോസ്റ്റ് ആവണം തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് സെറ്റ്സ് കുറയ്ക്കാം, റെപ്സും കുറയ്ക്കാം. പിന്നെ ഇൻ ബിറ്റ്വീന് നിങ്ങൾക്ക് കൂടുതൽ റെസ്റ്റ് എടുക്കണം, ഒരു 3-4 മിനിറ്റിൽ കൂടുതൽ എടുക്കണമെങ്കിൽ അതും ചെയ്യാം. നിങ്ങളുടെ ബോഡി നിങ്ങൾക്കേ അറിയാവൂ, നിങ്ങളുടെ റിക്കവറി നിങ്ങൾക്കേ അറിയാവൂ. സോ നിങ്ങൾ അത് സ്മാർട്ടായിട്ട് ചെയ്യാൻ പഠിക്കേണ്ടതാണ്. ഇവിടെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലാമാണ്. സോ എൻ്റെ കയ്യിൽ സ്ലാം ബോളുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴകിയ പാൻസൊക്കെ കാണത്തില്ലേ, കട്ട് ചെയ്യുക, 2 ഇടം കെട്ടി വയ്ക്കുക. അതിനുള്ളിൽ കെട്ടുന്നതിന് മുന്നേ കുറച്ച് മണൽ നിറയ്ക്കുക, കെട്ടുക. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വീട്ടിൽ വിറകുണ്ടെങ്കിൽ കോടാലി എടുത്തോ, വെട്ടിക്കീറിക്കോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട വർക്കൗട്ടിന്. സോ ഇതും ഒരു 20 റെപ്സ് ചെയ്യാൻ നോക്കുക. 5 സെറ്റ്സിൻ്റെ പൊക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് പിന്നെയും പറയുന്നു, ഓവർ എക്സസൈസ് ആവുന്നെങ്കിൽ സെറ്റ് കുറയ്ക്കാം, റെപ്സ് കുറയ്ക്കാം, റെസ്റ്റ് പീരീഡ് കൂട്ടാം. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ഉള്ളത് പുഷപ്സ് ആണ്. സോ പുഷപ്സിൽ നമ്മൾ ഹാഫ് പുഷപ്സും എടുക്കും, ഫുള്ളും എടുക്കും. ഫസ്റ്റ് 10 ഫുൾ പുഷപ്സ് എടുക്കുക. ഓക്കെ, 1. സോ ഇത് 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഗോ ഡൗൺ ഹാഫ്. then again 10 കഴിഞ്ഞിട്ട് then again full. ഇത് മാക്സിമം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് നിങ്ങൾ ഓവറായിട്ട് ഇനി പറ്റത്തില്ല അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, റെസ്റ്റിന് പോവുക. സോ നിങ്ങൾക്ക് 10 പുഷപ്പ് എടുക്കാൻ പറ്റുന്നില്ല, 2 പുഷപ്പ് എടുത്തോ. നിങ്ങൾക്ക് ഹാഫ് പുഷപ്പാണ് കൂടുതൽ എടുക്കാൻ പറ്റുന്നത്, അപ്പോൾ ഹാഫ് പുഷപ്പ് കൂടുതലെടുത്തോ, ഒരു കുഴപ്പമില്ല.
പക്ഷേ ഒരു വർക്കൗട്ട് മാക്സിമം നിങ്ങൾ പുഷ് ചെയ്യാൻ നോക്കുക, റെസ്റ്റും അതുപോലെ എടുക്കണം. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ആം ത്രോ ആണ്. ബോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നില്ല ബോൾ, അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ അതിന് മുന്നേ ഈ വർക്കൗട്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വെള്ളം കുടിച്ചു വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സിംഗിൾ ആം ത്രോ. സോ ഇങ്ങനെ മാക്സിമം ലെഫ്റ്റ് ദെൻ റൈറ്റ് ഒരു കയ്യിൽ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത കയ്യിലിട്ട് നമുക്ക് പോവാം. സോ 10 reps. നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ പഞ്ച് ചെയ്യത്തില്ല, അതേമാതിരി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ പുഷ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ. ഞാനിവിടെ 1 kg ഒരു ഡമ്പലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 6 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, അതിൽ വെള്ളം നിറച്ച് ഉപയോഗിക്കാം. ഇത് ഷാഡോ ബോക്സിംഗ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾ മാക്സിമം ഒരു 2 മിനിറ്റ് വരെ ചെയ്താൽ മതി. ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾ റെസ്റ്റ് എടുത്തോ. സ്ട്രെയിറ്റ് പഞ്ചസ് മാക്സിമം ത്രോ ചെയ്യുക. നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. മാക്സിമം സ്ട്രെയിറ്റ് പഞ്ചസ് ഒക്കെ ത്രോ ചെയ്ത് മൂവ് ചെയ്യുക. സോ ഡക്കൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ ഇവിടെ നോക്കുക. പിന്നെ ഗാർഡൊക്കെ പ്രോപ്പറായിട്ടാണോ എന്ന് നോക്കുക. ഓവറായിട്ട് സ്പീഡിന് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സ്ലോ ആയിട്ട് ചെയ്താലും ആരും നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. സോ മാക്സിമം 2 minutes കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഓക്കെ, വർക്കൗട്ട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് സ്ലൈറ്റ്ലി ജോഗ് ചെയ്തിട്ട് നമുക്ക് ആ ഒന്ന് വാം ഡൗൺ ചെയ്യാം. സോ അതിന് ശേഷം നമുക്ക് സ്ട്രെച്ചസ്. നമുക്ക് കാലിൽ നിന്ന് തുടങ്ങാം. ഒരു മിനിമം ഒരു 10 seconds എങ്കിലും ഹോൾഡ് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ്. Straight down. കാല് വരെ ഇട്ടേക്കുക. മാക്സിമം 10 seconds, മിനിമം 10 seconds ഹോൾഡ് ചെയ്യുക. ചേഞ്ച്. Opposite. Straight back. Switch. Change. Switch. നിങ്ങൾ ഒരിക്കലും സ്ട്രെച്ചസ് സ്കിപ്പ് ചെയ്യരുത്. വാം ഡൗൺ സ്ട്രെച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കൗട്ട് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്. ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള വാമപ്പ്, മെയിൻ വർക്കൗട്ട്, വാം ഡൗൺ, സ്ട്രെച്ചസ് ഇതെല്ലാം ഉൾപ്പെടും. മനസ്സിലായല്ലോ? ട്യൂസ്ഡേ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് വീഡിയോ വെനസ്ഡേ ആണ്. So dropping soon. See you.